ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പിണറായി വിജയനെയും ഏറ്റവും പ്രതിരോധത്തിലാക്കിയ ഒരു ആൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം വളരെ പച്ചയായിട്ട് പറഞ്ഞു, കേരളത്തിൽ LDFനുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം ന്യൂനപക്ഷ പ്രീണനമാണ്, ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ് എന്ന്. അത് വലിയ അങ്കലാപ്പ് പൊതുസമൂഹത്തിലുണ്ടാക്കി. മുസ്ലിം സംഘടനകളൊക്കെ വെള്ളാപ്പള്ളിയെ നിശിതമായി വിമർശിച്ചു. ഹുസൈൻ മടവൂരാണ് അതിന് നേതൃത്വം നൽകിയത്, അദ്ദേഹമാണ് തുടക്കം കുറിച്ചത്. പിന്നീട് മറ്റ് സംഘടനകളൊക്കെ രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ മുജീബ് റഹ്മാൻ പത്രസമ്മേളനം നടത്തി വെള്ളാപ്പള്ളിയെ അപലപിച്ചു. അതുപോലെ കാന്തപുരം മുസ്ലിയാർ അപലപിച്ചു. പിന്നെ സിറാജ് പത്രം അപലപിച്ചു, സുപ്രഭാതം അപലപിച്ചു, മാധ്യമം എഡിറ്റോറിയൽ എഴുതി. പിന്നെ മറ്റ് പല സമുദായത്തിൽപ്പെട്ട ബുദ്ധിജീവികൾ വെള്ളാപ്പള്ളിയെ വിമർശിച്ചു. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ കൂടുതലായി നേടിയതിന് കണക്ക് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കണക്ക് പറയാൻ നിന്നില്ല. പുള്ളി പിന്നെയും ഈ ആരോപണം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്തൊക്കെ കോൺഗ്രസ് പാർട്ടി നിശബ്ദത പാലിച്ചു. മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഒന്നും പ്രതികരിച്ചില്ല. കണക്ക് പറയാനോ കണക്ക് ചോദിക്കാനോ അവർ തയ്യാറായില്ല. ഇടതുപക്ഷ പാർട്ടികൾ ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന രീതിയിൽ പ്രതികരിച്ചു. ബിനോയ് വിശ്വം ആകട്ടെ, ഈ ഗോവിന്ദൻ മാസ്റ്റർ ആകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാരാകട്ടെ, വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞതായിട്ടോ ഇവരത് കേട്ടതായിട്ടോ ഭാവിച്ചില്ല. എന്ന് മാത്രമല്ല, ഈ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ച് CPMൻ്റെ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന പല സഖാക്കളും സമുദായ പ്രീണനമാണ് സത്യത്തിൽ LDFന് വിനയായി മാറിയത് എന്നൊരു അഭിപ്രായം പറഞ്ഞതായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചു. ഈ കമ്മിറ്റിയിൽ നമ്മളാരും ഇല്ലാത്തതുകൊണ്ട് അവിടെ നടന്ന ചർച്ചയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയില്ല. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു വിമർശനം ഈ കമ്മിറ്റികളിൽ ഉണ്ടായി എന്ന് കേൾക്കുന്നു. പാർട്ടിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവ് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. വാർത്ത നിഷേധിച്ചതുകൊണ്ട് ഒരു കുറിപ്പ് ദേശാമാനിൽ പോലും വന്നിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന് കുറച്ചുകൂടി സാങ്കത്യം വർദ്ധിച്ചു. ഇദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് സാധാരണക്കാരിൽ ചിലരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കാനിടയായി. വെള്ളാപ്പള്ളിയാണെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ യോഗനാഥത്തിലും കേരള കൗമുദിലുമൊക്കെ മാറി മാറി ലേഖനങ്ങൾ എഴുതി. ഈ സമുദായ പ്രീണനം എന്ന് പറയും. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഹിന്ദു സമുദായ സംഘടന, NSS ആകട്ടെ, ധീവര സഭയാകട്ടെ, വിശ്വകർമ്മ സഭയാകട്ടെ, മറ്റേതെങ്കിലും സഭയാകട്ടെ, ഈ വാദഗതിയെ പരസ്യമായിട്ട് പിന്തുണച്ചില്ല. പക്ഷേ അവരാരും വെള്ളാപ്പള്ളിയെ തള്ളി പറയാനും കൂട്ടാക്കിയില്ല. ഇവരാരെങ്കിലുമൊക്കെ വെള്ളാപ്പള്ളി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് വേറൊരു മാനം വരുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഒരു സമുദായ സംഘടനയും ശബ്ദിച്ചില്ല. പിന്നെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരൊക്കെ വാചാലമായ മൗനം പാലിച്ചു. ഇവരുടെയൊക്കെ എന്താണ് രഹസ്യ പിന്തുണ ഇങ്ങനെ സാമുദായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതാൻ നമുക്ക് ന്യായങ്ങളുണ്ട്. ഈ ചില വൈദികരുടെയും മതമേലധ്യക്ഷന്മാരുടെയൊക്കെ പിന്തുണയോട്ടാണ് ഈ നാട്ടിൽ കാസ പോലെയുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത്. നേരത്തെ അറിവുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ വായിൽ BJP എതിർത്തുകൊണ്ടിരുന്ന പല മതമേലധ്യക്ഷന്മാരും മെത്രാന്മാരും, പ്രത്യേകിച്ച് തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണെങ്കിലും തൃശ്ശൂർ ഭദ്രാസനാധിപൻ യൂഹാനോന്മാർ മിലിത്യോസ് ആണെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം അവരുടെ നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടു. ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഒക്കെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് എന്ന് പരസ്യമായിട്ടും രഹസ്യമായിട്ടുമൊക്കെ അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്നതും കാണാനിടയായി. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനം വലിയ വെല്ലുവിളി നേരിടുന്നു. പാർട്ടിയുടെ അവലോകന റിപ്പോർട്ടിൽ തന്നെയും ആറ്റിങ്ങൽ, ആലപ്പുഴ മുതലായ മണ്ഡലങ്ങളിൽ, പാലക്കാട് തൊട്ട് വടക്കോട്ടുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ചും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ, കയ്യൂരും കരിവള്ളൂരും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നും ഈ ചോർന്നു പോയ വോട്ട് കോൺഗ്രസിലേക്കല്ല BJPയിലേക്കാണ് പോയിട്ടുള്ളത് എന്നും കണ്ടെത്തി. അങ്ങനെ റിപ്പോർട്ടുകളുണ്ട്. അതുവഴി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രാമാണ്യം ഒന്നുകൂടി വർദ്ധിച്ചു. ഈഴവ സമുദായത്തിൻ്റെ മൊത്തം വക്കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ പോലെ അദ്ദേഹം പെരുമാറാനും സംസാരിക്കാനും തുടങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്രയും വിമർശനമൊക്കെ ഉണ്ടായ ശേഷവും പുള്ളിക്ക് യാതൊരു കുലുക്കുമില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ ചേർന്ന SNDP നേതൃയോഗത്തിൽ അദ്ദേഹം ഇതേ ആശയം വീണ്ടും ആവർത്തിച്ച് ആണിയടിച്ച് ഉറപ്പിച്ചു. ന്യൂനപക്ഷ പ്രീണനം ഇനിയും തുടർന്നാൽ LDFൻ്റെ പണി തീരും എന്ന് മൂപ്പല പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചു പോയതുകൊണ്ടുകൂടിയാണ്
LDF തിരിച്ചടി ഉണ്ടായത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. അതിലുപരി ഇത്രയൊക്കെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ നോക്കിയിട്ടും അവിടെ നിന്ന് യാതൊരു വോട്ടും LDF കിട്ടിയിട്ടില്ല എന്നും കാന്തപുരം മുസ്ലിയാർ പോലും കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്തത് എന്നും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, ഈഴവരുടെ വോട്ട് കിട്ടാത്തതുകൊണ്ടാണ് പാർട്ടിക്ക് പരാജയം ഉണ്ടായത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പോലും അംഗീകരിച്ചിട്ടുണ്ട് എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPI CPM എത്തിച്ചിട്ടുള്ളത്. ഈ പാർട്ടികളിലൊക്കെ അംഗങ്ങൾ കൂടുതലും ഇടതുപക്ഷ ഈ ഈഴവ സമുദായക്കാരാണ്, അല്ലെങ്കിൽ മറ്റ് പിന്നോക്ക സമുദായക്കാരാണ്. അതുമല്ലെങ്കിൽ പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരുമാണ്. അവരുടെയൊക്കെ ആശാകേന്ദ്രമാണ് ഈ ഇടതുപക്ഷ പാർട്ടികൾ. അവിടെ ചോർച്ച വന്നു എന്നാണ് പാർട്ടി കണ്ടെത്തിയിട്ടുള്ളത്, വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. അപ്പോൾ ഈ ചോർച്ച എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് ഈ വോട്ടുകൾ കോൺഗ്രസ്സിലേക്കോ മുസ്ലിം ലീഗിലേക്കോ കേരള കോൺഗ്രസ്സിലേക്കോ പോകാതെ BJPയിലേക്ക് പോയി എന്ന് പറയാനുള്ള ബാധ്യത പാർട്ടികൾക്കുണ്ട്. അവരിങ്ങനെ ഒട്ടകപക്ഷിയെ പോലെ ആ തല മണലിൽ പൂഴ്ത്തി നിൽക്കുകയാണ്, ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന രീതിയിൽ. അവർക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് പറയാതെ ഇനിയും മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ അണികളെയും സഹയാത്രികരെയും പാർട്ടി അംഗങ്ങളെയും നേതാക്കന്മാരെയും തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്ന നടപടിയാണ്. ഇതുവരെ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ വെള്ളാപ്പള്ളിയുടെ ആരോപണത്തോട് ഏതെങ്കിലും രീതിയിൽ മറുപടി പറഞ്ഞിട്ടില്ല. നമ്മുടെ സത്യാനന്തരം തുറന്നു കാണിക്കുന്ന സഖാവ് സ്വരാജ് പോലും പറഞ്ഞിട്ടില്ല. പോട്ടെ, പുരോഗമന കലാസാഹിത്യ സംഘം പറഞ്ഞിട്ടില്ല. ഡബിള റഹീമിനെ പോലെ ഒരു അഖിലേന്ത്യാ നേതാവ് അല്ലെ അഖില ലോക നേതാവുള്ള DYFI പറഞ്ഞിട്ടില്ല, SFI പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ എന്തുമാത്രം ബുദ്ധിജീവികളുണ്ട് ഇല്ലേ. നമ്മുടെ സച്ചിദാനന്ദൻ മാഷുണ്ട്, അശോകൻ ചെരുവിലുണ്ട്, വേറെ ഒരുപാട് ബുദ്ധിജീവികളുണ്ട്, ചിന്തകന്മാരുണ്ട്, ആ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്. ഇവരാരും തന്നെ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ കൂട്ടാക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞാൽ കൂടുതൽ ഈഴവരെതിരാവും, അല്ലെങ്കിൽ ഈഴവ സമുദായം കൂടുതൽ അകന്നു പോവും എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. അങ്ങനെ വല്ലാത്തൊരു പരിണതിയിലേക്ക് പുള്ളി എത്തിച്ചിരിക്കുകയെന്ന് മാത്രമല്ല, ഈ ചേർത്തല യോഗത്തിന് വേറൊരു പ്രത്യേകത കൂടെ. SNDPയുടെ നേതൃയോഗത്തിലാണ് ഇദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. അവർ ഈ SNDP നേതൃയോഗം അവിടെ അംഗീകരിച്ച പ്രമേയത്തിൽ യോഗം ജനറൽ സെക്രട്ടറിയുടെ നിലപാടിന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, രണ്ടാം ഈഴവ മെമ്മോറിയലാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ ഡോക്ടർ പൽപ്പുവിൻ്റെ ഒരു ലെവലിലേക്ക് വെള്ളാപ്പള്ളി നടേശനെത്തി. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല, SNDP യോഗം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനയുടെ അഭിപ്രായമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനോട് ഇനിയും നിശബ്ദത പുലർത്തുന്നത്, അല്ലെങ്കിൽ ഇതിനോട് ഇനിയും ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന രീതിയിൽ പോകുന്ന ഇടതുപക്ഷത്തിനോ ഈ നിലപാടിനെക്കുറിച്ച് വലതുപക്ഷത്തിനോ എന്താ പറയാനുള്ളത് നമുക്കറിയില്ല. അവരുടെ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.